ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊപ്പം പുന്നയൂർകുളം സൈനുദ്ദീൻ. നമ്മളിപ്രാവശ്യം സന്ധിക്കുന്നത് ഷെയർ മാർക്കറ്റുമായല്ല, ഒരു ട്രാവലുമായിട്ടാണ്. ബാണാസുര സാഗർ ഡാം. കർണാടകയുടെ പ്രദേശമായ കബീനിയിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചത് നാഗർഹോളെ ടൈഗർ റിസർവ് വഴിയാണ്. അതിപുലർച്ചെ ആയതുകൊണ്ട് കോടമഞ്ഞുണ്ട്. വനത്തിലൂടെയുള്ള യാത്ര തികച്ചും ദുഷ്കരം. നിരവധി ചെക്ക് പോസ്റ്റുകൾ കടക്കണം. ആന, കാട്ടുപോത്ത്, കരടി, എന്തിന് കടുവ വരെ ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. ഒരു കാരണവശാലും വഴിയിൽ കാർ നിർത്തുകയോ ഗ്ലാസ് തുറക്കുകയോ ചെയ്യരുതെന്ന പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് യാത്രാ അനുമതി ലഭിച്ചത്. ആദ്യം കണ്ടു തുടങ്ങിയത് പുള്ളിപ്പുലികളും മാനുമൊക്കെയാണ്. പുള്ളിമാനുകളെയാണ്. അവ ഇവിടെ കോമണാണ്. കബിനി മനോഹരമായ കാർഷിക ഗ്രാമമാണ്. ഗോതമ്പ്, സൂര്യകാന്തി, ചോളം, റാഗി മുതലായവ വിളഞ്ഞു നിൽക്കുന്ന പ്രദേശത്തു കൂടെയുള്ള യാത്ര തികച്ചും സ്വപ്നതുല്യം. ഒരിക്കൽ എക്സ്പ്ലോർ ചെയ്തവർ വീണ്ടും അവിടെ പോകും തീർച്ച. അത്രയ്ക്ക് മനോഹരമാണ് കബിനി നദിയിലെ ഈ കാർഷിക ഗ്രാമം. ഒരു ചെറിയ കടയിൽ നിന്ന് ചായയും ദോശയും കഴിച്ച് കബിനി ബിയർ ഷോപ്പിൽ നിന്ന് 2 ബിയറും വാങ്ങി ഞങ്ങൾ ബാണാസുര സാഗർ ഡാമിലേക്കുള്ള യാത്ര തുടർന്നു. ലിയാഖത്താണ് കാർ ഡ്രൈവ് ചെയ്യുന്നത്. ഏത് ദുർഘട പാതയിലൂടെയും അനായാസേന ഡ്രൈവ് ചെയ്യാൻ കഴിയുന്ന വ്യക്തി. വയനാട്ടിലേക്ക് പ്രവേശിച്ച് പിന്നെയും ഏറെ നേരം വാഹനമോടിച്ചാണ് ബാണാസുര സാഗർ ഡാമിലെത്തിയത്. അവിടെ മനോഹരമായ കാഴ്ചകളാണ് ഞങ്ങളെ കാത്തിരുന്നത്. കൽപ്പറ്റയ്ക്കും മാനന്തവാടിക്കും അടുത്തായാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. കബിനി നദിയുടെ പോഷക നദിയായ കരമൻതോട് നദിക്ക് തട നിർമ്മിച്ചാണ് ഈ ഡാം പണിഞ്ഞിരിക്കുന്നത്. ഇതിനു പിറകിൽ ഒരു ഗ്രാമം മുഴുവൻ ജലസമാപ്തിയിലായ കഥയുണ്ട്. ആ ഗ്രാമത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ബാണാസുര ഡാമിനടിയിൽ ഉറങ്ങുന്നുണ്ട്. അത് അവസാനം വിശദീകരിക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ മണ്ണ് നിർമ്മിതമായ ഡാമാണിത്. ഏഷ്യയിലെ തന്നെ 2ാമത്തേതും. ആദ്യത്തേത് പാകിസ്ഥാനിലെ ഖൈബർ പഷ്തൂൺ പ്രവിശ്യയിലുള്ള ടർബേല ഡാമാണ്. 185 മില്യൺ ക്യൂബിക് അടിയാണ് ബാണാസുര സാഗർ ഡാമിൻ്റെ കപ്പാസിറ്റി. 38.5 മീറ്റർ ഉയരവും 776 മീറ്റർ ഉയരവും 776 മീറ്റർ നീളവും. ഡാമിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ഐതിഹ്യമുണ്ട്. മഹാബലിയുടെ പുത്രനായ അസുര രാജാവ് ബാണാസുരനെ ചുറ്റിപ്പറ്റിയുള്ളതാണ് അത്. ശോണിതപുരം എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം പർവ്വതങ്ങൾ നിറഞ്ഞതാണ്. നല്ലവനായ ബാണാസുര രാജാവിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു ഈ പ്രദേശം. 1979 നിർമ്മാണം പൂർത്തിയായി കമ്മീഷൻ ചെയ്ത അണക്കെട്ട് 2004 തുറന്നു കൊടുക്കുന്നത്. കക്കയം ജലവൈദ്യുത പദ്ധതി പ്രദേശത്തെ കുടിവെള്ള ആവശ്യങ്ങൾക്കും മറ്റും വേണ്ടിയാണ് ഡാം നിർമ്മിച്ചത്. കുറ്റ്യാടി അഗ്യുമെൻറ്റേഷൻ സ്കീം എന്നാണ് പദ്ധതിയുടെ പേര്. പടിഞ്ഞാറെത്തറ KSBയുടെ നിയന്ത്രണത്തിലുള്ള ഡാമിൻ്റെ പരിസരത്ത് നിരവധി വിനോദ പരിപാടികളുണ്ട്. അതിൽ പ്രധാനം ബോട്ടിംഗ് തന്നെയാണ്. കൂടാതെ കയാക്കിംഗ്, പെഡൽ ബോട്ട്, സിപ്പ് ലൈൻ തുടങ്ങി വിനോദ പരിപാടികളുമുണ്ട്. പ്രദേശത്തുകൂടെയുള്ള ട്രക്കിംഗ് രസാവഹമാണ്. ഡാമിൻ്റെ പശ്ചാത്തലത്തിലുള്ള ബാണാസുര മലനിരകളുടെ കാഴ്ചകൾ നയനാനന്ദകരമാണ്. അസുര രാജാവിൻ്റെ ഭരണത്തിൽ
അസൂയ പൂണ്ട ദേവന്മാർ ഇടയ്ക്കിടെ ശോണിതപുരത്ത് വന്നിരുന്നുവെന്ന് രസികനായ അവിടുത്തെ ഒരു ഗാർഡ് ഞങ്ങളോട് പറഞ്ഞു. എല്ലാം ഐതിഹ്യമാണ്. അസുര സ്ത്രീകളുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് ദേവസ്ത്രീകളെ വിട്ട് അവർ മദ്യം നുകരാൻ ഈ അസുര രാജ്യത്തിൽ എത്താറുണ്ടത്രേ. ഗാർഡിൻ്റെ വിശദീകരണം കഴിഞ്ഞ് ഞങ്ങൾ തിരിക്കുമ്പോൾ സന്ധ്യയോടടുത്തിരുന്നു. സ്കൂൾ യൂണിഫോമിലെത്തിയ വിദ്യാർത്ഥികൾ ക്യാമറയ്ക്ക് നേരെ ചിരിച്ചുകൊണ്ട് കൈവീശി. ജലസമാധിയിൽ ഒരു ഗ്രാമമുണ്ടെന്ന് സൂചിപ്പിച്ചല്ലോ. ഒരു കാലത്ത് അവിടെ സ്വർണ്ണഖനം വരെ ഉണ്ടായിരുന്നത്രേ. സ്കൂൾ, വ്യാപാര സ്ഥാപനങ്ങൾ എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഡാമിൻ്റെ പണി തുടങ്ങിയപ്പോൾ ഈ ഗ്രാമം വെള്ളത്തിനടിയിലായി. മൺഭിത്തികൾ, വലിയ മരങ്ങളുടെ കുറ്റികൾ തുടങ്ങി അവശേഷിപ്പുകൾ ഈ ഡാമിലുണ്ടെന്ന് പ്രദേശത്തുകാർ ചിലർ പറഞ്ഞു. പലായനം ചെയ്ത അവർ ഇടയ്ക്കൊക്കെ ഡാമിൻ്റെ അടുത്ത് വന്ന് പരസ്പരം ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം പിരിയും. വയനാട്ടിലെ മറ്റു കുടിയേറ്റ പ്രദേശങ്ങൾ പോലെ തന്നെ തരിയോടെ എന്ന ജലസമത്തിനടിയിലായ ഗ്രാമം ഒരു കുടിയേറ്റ ഗ്രാമമായിരുന്നത്രേ. ഇത്രയുമൊക്കെയാണ് ഈ എപ്പിസോഡിൽ പറയാനുള്ളത്. അടുത്ത കഥകളും വിശേഷങ്ങളും യാത്രയുമൊക്കെയായി വീണ്ടും എത്തുന്നതുവരെ നന്ദി, നമസ്കാരം. പിന്നെ മറ്റൊരു കാര്യം, എൻ്റെ ഏറ്റവും പുതിയ കഥാസമാഹാരം മാർക്കറ്റിൽ ലഭ്യമാണ്. ക്രിമിനൽ താമസിച്ചിരുന്ന വീട്. ഓൺലൈനിലോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്തോ നിങ്ങൾക്ക് പുസ്തകം വാങ്ങിക്കാം. ഡീറ്റെയിൽസ് ഇതിനോടൊപ്പമുണ്ട്. ബാഷോ ബുക്സാണ് പ്രസാധകർ. നന്ദി, നമസ്കാരം. താങ്ക് യു. ഞാൻ പുണ്യകുളം സൈനുദ്ദീൻ, സൈനിങ് ഓഫ്.